ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന ഒരു ചാപ്റ്റർ കൂടി നമുക്കിനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എടുക്കാനുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് ചാപ്റ്ററായ മാർജിനൽ കോസ്റ്റിംഗ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് പുതിയ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കോസ്റ്റുകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാത്തരം കോസ്റ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്ന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കോസ്റ്റ് എന്നാൽ എന്ത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ amount or expense incurred for producing a product. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ എമൗണ്ട് എത്ര, അതിനെയാണ് നമ്മൾ എന്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോസ്റ്റിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് കോമൺ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുള്ളത്. ഒന്ന് ഫിക്സഡ് കോസ്റ്റും മറ്റൊന്ന് വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് ആർ റിമെയിൻ ഫിക്സഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഫിക്സഡ് കോസ്റ്റ് ആർ റിമെയിൻ കോൺസ്റ്റന്റ് ഫോർ ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ത് മാറ്റം വന്നാലും അതിനനുസരിച്ച് മാറ്റം വരാതെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കുന്ന കോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വോളിയൂം ഓഫ് പ്രൊഡക്ഷന് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഫിക്സഡ് കോസ്റ്റിനെ അതെന്ത് ചെയ്യില്ല, ബാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മെഷീനറി വാങ്ങിയിട്ട് ആ മെഷീനറി കൊണ്ട് നമ്മൾ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ആ മെഷീനറി കൊണ്ട് നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും, ആ മെഷീനറിക്ക് നമ്മൾ കൊടുത്ത എക്സ്പെൻസ് എത്രയാണോ അതാണ് എന്ത് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല. മറ്റൊന്നാണ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ കോസ്റ്റ് വിച്ച് ആർ വാരി വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട്പുട്ടിൻ്റെ എണ്ണം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് മാറ്റം വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ആണ് ഇത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബേഴ്സിന് എന്താണ് പെർ പ്രോഡക്റ്റിന് ആണ് എന്ത് വേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് നമ്മൾ 10 രൂപ കൊടുക്കുക എന്നാണെങ്കിൽ, അവർ എത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. ആ പ്രോഡക്റ്റ് മുഴുവനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മെഷീനറി ഉപയോഗിച്ചായിരിക്കും എന്ന് കരുതി ആ മെഷീനറിയുടെ കോസ്റ്റിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, നമ്മൾ എന്ത് ചെയ്തു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 5000 റുപ്പീസ്, 5000 റുപ്പീസാണ് നമുക്ക് വന്ന എക്സ്പെൻസ്. ഈ 5000 രൂപയിൽ ഫിക്സഡ് കോസ്റ്റ് 2500ഉം വേരിയബിൾ കോസ്റ്റ് 2500ഉം. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് 2500 വന്നു, വേരിയബിൾ കോസ്റ്റും 2500 വന്നു. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കാം, ഈ 2500നെ ഇവിടെ എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര, 25 പെർ യൂണിറ്റ് എന്ന് വന്നു. ഫിക്സഡ് കോസ്റ്റ് 2500, അതുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 100 യൂണിറ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമുക്ക് എത്ര കിട്ടി, 25 പെർ യൂണിറ്റ് എന്ന് കിട്ടി. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാണ്, വേരിയബിൾ കോസ്റ്റ് ആയ 2500നെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് സെയിം 25 പെർ യൂണിറ്റ് വരും. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 25 രൂപ നമുക്ക് ചെലവ് വരും. ഓക്കെ. അപ്പൊ ഇവിടെ ഈ കേസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും എന്താണ്, സെയിം ആണ്.
ഇനി നോക്കാം മറ്റൊരു കേസ്. നമ്മൾ ആ യൂണിറ്റ് എന്നുള്ളത് എത്ര ആക്കി മാറ്റി? 120 യൂണിറ്റ് ആക്കി മാറ്റിയപ്പോൾ കോസ്റ്റിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് 5000 നിന്നും 5500 ആയി മാറി. 5500 ആയി മാറി. അതിൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര തന്നെ ആയിരിക്കും? നമ്മൾ പറഞ്ഞു 2500. അതിൽ മാറ്റമൊന്നും വരില്ല. പക്ഷെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു. കാരണം 2500 കൊണ്ട് നമ്മൾ 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൽ ഒരു മാറ്റവും വന്നില്ല. അതുകൊണ്ട് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെ യൂണിറ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിന് മാറ്റം വന്നു. അപ്പൊ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. എന്നാൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇനി എന്ത് ചെയ്യാം? വാരിയബിൾ കോസ്റ്റിന്റെ കേസ് നോക്കാം. വാരിയബിൾ കോസ്റ്റ് ഇവിടെ എത്രയായി? 100 യൂണിറ്റ് ഉള്ളത് 120 യൂണിറ്റ് ആക്കിയപ്പോൾ 3000 രൂപയായി മാറി. ആദ്യം 2500 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ എത്രയായി? 3000 രൂപ ആയി മാറി. അപ്പൊ നമ്മൾ ആ 3000 രൂപയെ 1200 120 യൂണിറ്റ് 120 യൂണിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 25 പെർ യൂണിറ്റ് കണ്ടോ? അപ്പോ വാരിയബിൾ കോസ്റ്റിന്റെ കേസിൽ എന്താണ് വന്നത്? ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൽ മാറ്റം വന്നു. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് വാരിയബിൾ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടുകയും ചെയ്യും. എന്നാൽ വാരിയബിൾ കോസ്റ്റിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. എന്നാൽ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. പ്രൊഡക്ഷൻ കൂടിയാലും പ്രൊഡക്ഷൻ കുറഞ്ഞാലും ഒക്കെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫിക്സ്ഡ് കോസ്റ്റ് അതേപോലെ വാരിയബിൾ കോസ്റ്റ് ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞ് അടുത്തത് പറയാനുള്ളത് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. മാർജിനൽ കോസ്റ്റ് എന്നാൽ എന്ത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. നമ്മൾ നിലവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് ഒരു യൂണിറ്റ് കൂടി നമ്മൾ അധികം പ്രൊഡ്യൂസ് ചെയ്താൽ ടോട്ടൽ പ്രൊഡക്ഷൻ കൂടി. അപ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റ് എത്ര? മീൻസ് ആ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റ് എത്ര? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് മീൻസ് the cost, the additional cost of producing an additional unit. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് എന്ത് എന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്നാണ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ the technique used for calculating marginal cost. Marginal costing means the techniques used for calculating marginal cost. Marginal cost calculate ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു
മാർജിനൽ കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് ആണോ ഉപയോഗിക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ പറയുന്ന മറ്റൊരു ടേമാണ് എന്ത്, മാർജിനൽ കോസ്റ്റിങ്ങിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. CIMA ഇംഗ്ലണ്ട് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ അസർടൈൻമെന്റ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് the ascertainment by differentiating between fixed cost and variable cost. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റൊന്ന് ഓഫ് മാർജിനൽ കോസ്റ്റ് ആൻഡ് the effect on profit of changes in volume or type of product. വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ മാറ്റം വരുമ്പോൾ പ്രോഫിറ്റിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണെന്ത്, മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷന് എന്താണ്, മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസർടൈൻമെന്റ് ഓഫ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ variable cost and fixed cost of marginal cost and of the effect on profit of changes in volume or type of product. Okay, അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഐറ്റം മാറുമ്പോൾ അതല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റിനെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്താനും, അതേപോലെ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ഇതിനെ നമ്മൾ തരംതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റിംഗ് രീതിയാണ് ഇത്, മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ് ഇതിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ. ഓക്കെ.